അതെങ്ങനെയാന്ന് നോക്കാനില്ല സമയം വേണ്ട ഇപ്പോഴ്. 24 മണിക്കൂറും മൊബൈലിലല്ലേ. അത് മാത്രവുമല്ല, ഇനി എന്തെങ്കിലും പറഞ്ഞു പോയാലോ ചെയ്തു കഴിഞ്ഞാലോ മറ്റേ രോഗത്തിന്റെ പേര് പറയും. എന്നാന്ന് ഡിപ്രഷൻ, അതുപോലെ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്ന രോഗം, ഇതൊക്കെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, 9 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി മരിച്ച കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 9 വയസ്സുകാരിയായ പെൺകുട്ടി മരിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അമ്മ തന്നെയാണ്, വേറെ ആരുമല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ ഇളയ കുട്ടിയെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ 9 വയസ്സുകാരിയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി കരയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഭയങ്കരമായിട്ട് ഈ അമ്മ ചീത്ത പറയുന്നു. അങ്ങനെ അതുകൊണ്ടാണ് ഈ കുട്ടി മരിച്ചത് എന്നാണ് പറയുന്നത്. ഈ കുട്ടി എങ്ങനെയാണ് മരിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കട്ടിന്റെ മുകളിൽ ചെയറിട്ടിട്ട് കയറിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ചെയ്യാൻ അറിയുന്നത്? അതാണ് ഞാൻ പറയുന്നത്. എല്ലാവരും നല്ലോണം കാണിച്ചു കൊടുക്ക്. സീരിയലായിട്ടും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന കുറെ ഊള സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കാണിച്ചു കൊടുക്ക്. അപ്പോഴും മനസ്സിലാകും നിങ്ങൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങള്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സീരിയലുകളൊന്നും കുട്ടികൾ അധികം കാണിക്കരുത്. കാണിച്ചതിന്റെ ഫലം തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എല്ലാ അമ്മമാരും തന്നെ മൊബൈലിലാണ്. അതായത് കുട്ടികളെ നോക്കാനൊന്നും അവർക്ക് സമയമില്ല. എന്തോ പണി. ഇപ്പൊ ഈ ഇളയ കുട്ടി ആയിക്കഴിഞ്ഞാൽ തന്നെ ചില അമ്മമാർ എന്താ ചെയ്യുന്നത്, അതിന്റെ മൂത്ത കുട്ടിയോട് പറയും എല്ലാം നോക്കണം എന്ന് പറയും. എന്നിട്ട് ഈ സ്ത്രീ പോയിട്ട് ആരോടെങ്കിലും ചാറ്റ് ചെയ്യും, അതുപോലെ ആരോടെങ്കിലും മൊബൈലിൽ സംസാരിക്കും. പിന്നെ ഇപ്പോഴും കുറെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, സ്കൂൾ ഗ്രൂപ്പ് ഉണ്ട്, നാട്ടുകാരുടെ ഗ്രൂപ്പ് ഉണ്ട്, വീട്ടുകാരുടെ ഗ്രൂപ്പ് ഉണ്ട്, കുടുംബങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ട്. ഇതിന്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോരോ മെസ്സേജ് അയക്കല്. എന്നിട്ട് ഇങ്ങനെ നോക്കിക്കോട്ടെ, എടി എന്റെ കുട്ടിയെ ഞാനിങ്ങനെ നോക്കില്ല, അവിടെ കിടത്തിയിരിക്കും കേട്ടോ, അവളാ നോക്കുന്നേ, കൊച്ചിനെ അവിടെ നോക്കാൻ ആക്കിയിരിക്കുകയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികൾക്ക് ഒരുപാട് പെയിന് കൊടുക്കലാണ്. അപ്പൊ ഈ 9 വയസ്സുകാരി കുട്ടി, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി വിചാരിക്കുന്ന എന്താണ്, ഈ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അതായത് സ്നേഹം മുഴുവൻ ഇതിന്റെ ഇളയത് കൊണ്ടുപോകുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഉണ്ടായിരുന്നു, എന്റെ വീട് അപ്പൂന്റെയും എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമയിൽ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ സിബി മലയിൽ വരച്ച് കാണിച്ചു തന്നതാണ്. അതായത് അതിന്റെ അകത്ത് കാളിദാസ് ജയറാം എന്ന് പറയുന്ന ജയറാമിന്റെ മകൻ അനിയൻ കുട്ടിയെ കൊലപ്പെടുത്തുന്നതാണ് അതിന്റെ ഒരു പ്രമേയം. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ ജയിലിൽ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണ്, ഈ ഇളയ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പരിഗണന കൊടുക്കുന്നത്, അതുപോലെ സ്നേഹം കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോഴേ കൃത്യമായിട്ടും ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശ്നം വന്നു. അത് തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, അതുപോലെ 9 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ മൈൻഡ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. അതാണ് ഒരിക്കലും ആ കുട്ടിയെ നമുക്ക് ദോഷം പറയാൻ കഴിയില്ല. അതിന്റെ അമ്മയെ തന്നെയാണ് ദോഷം പറയുന്നത്, അച്ഛനെ കൂടി നമുക്ക് ദോഷം പറയാൻ കഴിയില്ല. അതായത് അമ്മ തന്നെയാണ് ഇതിന് കാരണം എന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ കുറേ ഇറങ്ങിയിട്ടുണ്ട്, ഡിപ്രഷൻ എന്നും മറ്റേതൊന്നും പറഞ്ഞിട്ട് കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതിനൊരു പേരും കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അതായത് 10ഉം 15ഉം അതുപോലെ 5ഉം 10ഉം പ്രസവിച്ചവരാണ് പണ്ടുള്ളവര്. അവർക്കൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇല്ല. അതുമാത്രവുമല്ല, ഇപ്പൊ കിട്ടുന്ന പരിഗണനയോ സ്നേഹമോ അല്ലെങ്കിൽ വേറെ ഒന്നും കിട്ടാത്ത, അല്ലെ ദാരിദ്ര്യത്തിൽ പ്രസവിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ മര്യാദയ്ക്ക് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ പിന്നെ വളർത്തിയിട്ടുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുള്ളപ്പോൾ തന്നെ ആ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അതുമാത്രവുമല്ല, 2 ആയമാരെ നിർത്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ മുഴുവൻ ഉണ്ടെന്ന്. എന്നിട്ടും പറയുകയാണ് പോസ്റ്റ് പാർട്ടം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്, ഞങ്ങൾക്ക് ഡിപ്രഷനാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ മോശമായ രീതിയിൽ, അതായത് കുഞ്ഞുങ്ങളോടൊക്കെ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊരു സ്വഭാവമാണെന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞിന്റെ മരണം കേട്ടപ്പോഴേ എല്ലാവരും എന്താണ് വിചാരിച്ചത്, സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തതിന് ശേഷം ആരെങ്കിലും കെട്ടി ഇതുപോലെ തൂക്കിയതാണോ എന്നൊക്കെയുള്ള സംശയം നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോഴും പോലീസ് സ്ഥിരീകരിച്ചു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അവരെല്ലാ കാര്യത്തിലും ഈ കുഞ്ഞിന്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായത്, ഈ കുട്ടി, അതായത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ ചെയ്യാനുള്ള പ്രചോദനങ്ങള് എന്റെ 100% എനിക്ക് തോന്നുന്നത് ഈ TV സീരിയലിനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇന്ന് പലതരത്തിലുള്ള ചാനലുകളും ഉണ്ട്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടിലും വന്ന സ്മാർട്ട് TV ആണ്. അത് മാത്രവുമല്ല, ഏറ്റവും അപകടകാരിയായ വേറൊന്നും കൂടി ഉണ്ട്. കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടും ഇന്ന് അമ്മമാരെ കാണുന്ന ഏകൊരു ഇതെന്താണെന്നറിയാം, അതായത് ഫോണ് കൊടുത്തിട്ട് അമ്മ എടിയും പോകും. അമ്മ അതിന്റെ ഇടയ്ക്ക് പോയിട്ട് തുണി അലക്കും, അതിന്റെ ഇടയ്ക്ക് പോയിട്ട് കരിക്ക് വറുത്തിടും, പിന്നെ എന്നുള്ള ചോറ് വെക്കും. ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ, ഈ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ടാണ്. അപ്പൊ ഈ കുട്ടികൾ എവിടെയാണ് പിടിച്ച് ഞെക്കുന്നത്, എന്താണ് കാണുന്നത് എന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതായത് കുഞ്ഞു കുട്ടികളെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ശ്രദ്ധയോടുകൂടിയായിരിക്കണം. അല്ലാതെ 9 വയസ്സായി നീ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി തള്ളരുത്. അവർക്കുണ്ടാകുന്ന വിഷമങ്ങൾ എത്രയാകുന്നു മനസ്സിലാക്കണം.
ഇനിയിപ്പോഴും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇത് ഇനിയുള്ള ആൾക്കാരെങ്കിലും ഇത് കേൾക്കണം. അതായത് ഇനിയും ഒരുപാട് പേര് ഇതുപോലെ ചെയ്യുന്നവരുണ്ടാകാം. അവരോട് പറയുകയാണ്, കുഞ്ഞുങ്ങളാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർ വലതും ചെയ്യുവാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മൊബൈൽ അമിതമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികൾ, അവർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ, അവർക്ക് ഭയങ്കര ദേഷ്യം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അവർ പലതരത്തിലുള്ള എന്താ പറയേണ്ടത്, ഒരു ക്രിമിനൽ മൈൻഡ് വരെ കാണിക്കുമെന്നുള്ളതാണ്. അവര് ചിലപ്പോൾ കുറെ നാൾ കഴിഞ്ഞാൽ അച്ഛനമ്മമാരെ ഉപദ്രവിക്കാൻ വരെ തുടങ്ങും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സിനിമ അത് കാണിക്കുകയേ ചെയ്യരുത് എന്റെ മക്കളെ. കാരണം എന്താ വെച്ചാൽ ഡബിൾ മീനിങ്ങിന്റെ ഒടുക്കത്തെ ഡബിൾ മീനിങ് ആണ്. ഞാൻ ഇന്നലെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഏതോ ഒരു സീരിയലാ, എന്തോ ഒരു കോമഡി ഷോയാ ഇതെന്തോന്ന് കാണുന്നു. എന്റെ ഭഗവാനെ, അതിൻ്റെ അകത്ത് മുഴുവൻ ഡബിൾ മീനിങ് ആണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഡബിൾ മീനിങ് കൊണ്ടാണ് ആൾക്കാരെ ചിരിപ്പിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ മറ്റവന്റെ ആ വലിപ്പവും ഈ വലിപ്പവും ഇങ്ങനെ ഈ അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. എന്തൊരവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതൊക്കെ നമ്മുടെ സ്വീകരണ മുറിയിൽ ഇപ്പോഴേ 24 മണിക്കൂറും ഇതൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോൺ വന്നപ്പോഴേ എല്ലാ ചാനലുകളും നമുക്ക് കിട്ടും. യൂട്യൂബിലാണെങ്കിൽ പരസ്യമില്ലാതെ ഇഷ്ടംപോലെ കാണാം ഈ സാധനം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ മിക്കതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതുപോലെയുള്ള 2 മക്കളുള്ള അച്ഛനമ്മമാരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതായത് ആ ചെറിയ കുഞ്ഞിനെ, ആ വളരുന്ന കുഞ്ഞിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെങ്കിൽ ആ വളർന്നു വന്ന കുഞ്ഞുണ്ടല്ലോ, അതിനെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. മറ്റേ കുഞ്ഞിനെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാലും മതി. പക്ഷെ ഇവിടെ നടന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളയ കുട്ടിക്ക് കൊടുക്കുന്ന പ്രാധാന്യം മൂത്ത കുട്ടിക്ക് കൊടുത്തില്ല. അതുപോലെ തന്നെ ഇളയ കുട്ടി കരഞ്ഞപ്പോഴേ മൂത്ത കുട്ടിയെ ഭയങ്കരമായിട്ട് അമ്മ ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കാര്യങ്ങളും ഏൽപ്പിച്ചിരിക്കുന്നത് ഈ കുട്ടിയെയാണ്. ഈ കുട്ടി അമ്മയുടെ ജോലി വരെ ചെയ്യുന്നത് ഈ കുട്ടിയാണ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാനസികപരമായിട്ട് ആ കുട്ടി തകർന്നിട്ടുണ്ടാകും. അതുപോലെ എന്റെ അമ്മ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു സംഭവം നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഇങ്ങനൊരു ബുദ്ധി വന്നു? അതാണ് എല്ലാവർക്കും ഒരു അതിശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതുകൊണ്ടാണ് അന്നു മുതൽ എല്ലാവരും പറഞ്ഞത് ഇതിൽ ദുരൂഹതയുണ്ട്, ഇത് ആരോ ചെയ്ത പണി തന്നെയാണ്, ആരോ എന്തോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിവരം, അതായത് പിന്നെ കൃത്യമായിട്ട് അന്വേഷണം നടത്തണമെന്ന് അങ്ങനെ പോലീസുകാർക്കും അതറിയാം. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് നമ്മൾ കണ്ടതാണ്, അതായത് ഈ ഒരു അമ്മ കൊണ്ടുപോയിട്ട് ഇതുപോലെ പുഴയിൽ എറിഞ്ഞു. അതിനുശേഷം ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കുഴപ്പവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിനു മുമ്പ് സ്വന്തം അമ്മാവൻ എന്ന് പറയുന്ന ഒരുത്തൻ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വളരെയധികം ശ്രദ്ധയോടെ നോക്കുക. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ TV ഷോയിലും വന്നിട്ട് പോസ്റ്റ്മോർട്ടമാണ് അല്ലെങ്കിൽ മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞിരിക്കാം, എന്നല്ലാതെ വേറെ ഒരു ഇതുമില്ല. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോ അളകൂലേ, അയ്യോ നിങ്ങൾക്ക് എന്താ അങ്ങനെ പറയുന്നതിന്, ഞങ്ങളെ പ്രസവിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങൂലേ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾക്കത് തന്നൊരു വരദാനമാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും പറഞ്ഞ് ചില ചാനലുകളുടെ മുന്നിൽ വന്നിട്ട് കുറെ നാൾ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെയും കൊന്നിട്ട് പിന്നീട് ഡിപ്രഷനാണ്, മണ്ണാങ്കട്ടയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കാം. എന്നല്ലാതെ എന്ന് പറഞ്ഞാൽ നഷ്ടങ്ങൾ തന്നെയാണ്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്നും ആ അമ്മയ്ക്ക് ഇത് ഓർത്തിട്ട് ഒരു കരച്ചിലിനായി അത്രയേ ഉള്ളൂ, വേറൊന്നും സംഭവിച്ചില്ല. അമ്മയുടെ കുറച്ച് നോട്ടക്കുറവ് തന്നെയാണ് എന്ന് വിചാരിച്ച് ഈ അമ്മ ഫുള്ളായിട്ട് ഇതിന്റെ മുമ്പിൽ അന്നല്ല ഞാൻ പറയുന്നത്. മിക്ക അമ്മമാരുടെയും കഥയാണ് ഇന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ 25 ഗ്രൂപ്പ് ഉണ്ടാവും അവർക്ക്. അതായത് ഞാൻ പറഞ്ഞല്ലോ, കുടുംബാംഗങ്ങളുടെ ഗ്രൂപ്പ് വേറെ, സ്കൂൾ ഗ്രൂപ്പ് വേറെ, നാട്ടിലെ കൂട്ടുകാരുടെ ഗ്രൂപ്പ് വേറെ, അതുപോലെ ജോലിക്കാരുടെ ഗ്രൂപ്പ് വേറെ, അമ്മമാരുടെ ഗ്രൂപ്പ് വേറെ, അതൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇത് നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം 4 ആൾ അറിയട്ടെ ഈ ഒരു കാര്യങ്ങൾ. നന്ദി, നമസ്കാരം.